വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഡേ പറയണ ഒരു വിളക്ക് കത്തിക്കുന്ന ഡേ അല്ല. അപ്പ ഇന്നത്തെ വീഡിയോ പറയണ സ്പെഷ്യൽ വീഡിയോ ആണ് പറയണം. അപ്പ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോവാണ്. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് ആരൊക്കെ വരും? ഇന്ന് മയമ്മ, ഷാമ, ഷേന, അമ്മു എല്ലാരും വരും. ഓക്കെ, ഒരാൾ അവിടെ കിടന്ന് വിളിക്കും. നമ്മളപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങാം അല്ലേ? ഓക്കെ, പെട്ടെന്ന് ഇറങ്ങിക്കോ, വെയില്. ചെറു ചുണ്ടിൽ പുത്തൊരു മുത്തായി ചിപ്പിയതെന്നെ കാത്തുവച്ചു. ഫുൾ മീൻ അതില് ചൂര കറി. എനിക്കറിയാം. നമുക്ക് പറ്റിയ മീനില്ല. അത് ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് തന്നെ ഒരു വിളമീൻ വലുത് നോക്കി എടുക്കും. ഇതാണോ ഹമ്മൂറ്? അതാണ് പരിധി. മീൻ എടുക്കും. വേണ്ട വേണ്ട വേണ്ട. ഒന്നും ചെയ്യില്ല. മരിച്ചു. ഞവൾ എന്താ അങ്ങനെ ഇരിക്കണേ? ഒരു 1 കിലോ കേര കട്ട് കൊടുക്കണേ. ഇതല്ലേ തറയത്. മീൻ കഴിക്കാത്ത കുട്ടികൾ വെച്ച് തേച്ച്. 1 2 3 സ്റ്റാർട്ട്. എവളോ വാച്ച് ആണോ? ബട്ടർഫ്ലൈ ഒക്കെയാ. ഞാനിവിടെ തന്നെ തല ഇറങ്ങിയപ്പോ പോയി വെള്ളം മാറ്റി. എത്രയാന്ന് പറ. വേണ്ടി അല്ല, മീനിന്റെ ഒരു വില അറിയാൻ വേണ്ടി. മോശം മീനിന്റെ വില അറിയാൻ വേണ്ടി ഭയങ്കര മോശമായിരിക്കുന്നു. കേറുന്നുണ്ടോ എങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക, നല്ല കാറ്റ് കിട്ടുമോ? ഞാൻ ഈ വ്ളോഗൊക്കെ കാണുമ്പോഴാണ് അറിയണത് ഞാൻ ഭയങ്കര തിരുവനന്തപുരം ഭാഷ. കുഴപ്പമില്ലല്ലേ? എന്തിന് എവിടെ ക്യാമറ മരിച്ചീനിയോ?
അമ്മൂന് വേണമെങ്കിൽ കുറച്ച് പെപ്സി കൊടുത്തിരുന്നേ ചാർജ് ആയിരുന്നു. അതൊരു പാത്രം എടുത്തതിന് എല്ലാത്തിനും വെളി അടിച്ചിറക്കി. ഓ ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ വല്ല പണി നടക്കൂ വല്ല എപ്പോഴും ഇവിടുത്തെ പണി ബെസ്റ്റ്. മീനിലുള്ളത് എടുക്കാത്തുണ്ട്. ഇത് മാത്രം ഈ മച്ചിനി പൂവും പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ നല്ല ഗ്രീനറി എന്താ നമ്മളിപ്പോ എന്താ ഉണ്ടാക്കാൻ പോണേ ചേച്ചി? നമ്മളിപ്പോ ഉണ്ടാക്കണത് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. ഓക്കെ മഞ്ഞൾപ്പൊടി, കുരുമുളക്, പൊടി, മുളക് പൊടി, കുരുമുളക്, ഇനി മുളക് പൊടി, കുരുമുളക് കുറച്ചും കൂടി ഇടണം, മുളക് പൊടി കുറച്ച് മതി. ഇത് എത്ര മീനിനുള്ള മസാലയാണ്? ഒരെണ്ണത്തിന്. വേറെ പച്ച കളർ മസാലയാണ്. ഇത് റെഡ് കളർ മസാല. ആ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട്. ഉപ്പ് നമ്മൾ കൈ കണക്ക് തന്നെയാ? കൈ വെക്കോ? കൈ ഇടും? ഇവിടെ എനിക്ക് കൈ കണക്കേ അറിയാം. ബാക്ക്ഗ്രൗണ്ടിൽ പൊളിറ്റിക്സ്. ഈ വെളിച്ചെണ്ണ ഒഴിക്കണ എന്തിനാണ്? അത് കുറച്ച് ടേസ്റ്റ് വരും, മസാലയ്ക്ക് നല്ല ഫ്ലേവർ കിട്ടും. മൂന്ന് മീനുണ്ട്. ഇപ്പോൾ 3 മീനിന് 3 മസാലയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഡ്രാഗൺ ചിക്കനുള്ള വേപ്പിലയും കൂടി ഇതിൽ ഫൈനലായിട്ട് ഇടണം. ഇതിനാണ് ഈ മസാല. ഇതെന്ത് മീൻ? ഇത് ചെമ്പല്ലിയുടെ വലുത്. ഇത് നമ്മൾ കണ്ട ഇതിൻ്റെ അകത്ത് നന്നായിട്ട് മസാല ഇറങ്ങാൻ വേണ്ടി നന്നായിട്ട് ആഴത്തിൽ വരഞ്ഞ് ഇതിൻ്റെ അകത്ത് ഫൈനലിൽ നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം മസാല പുരട്ടിയതിന് ശേഷം ബട്ടർ കൂടെ 2 സൈഡ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്തേക്കുന്ന ഫിഷ് ഈ വാഴയിലൊരു പൊതിഞ്ഞ് വേണം ഗ്രില്ല് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇല വാട്ടണം. ബാക്കിയുള്ള മസാല എല്ലാം കൂടെ നമ്മളിതിൽ പൊതി കെട്ടണം. ഓക്കെ.
പിന്നെ ഇത് ഫ്രിഡ്ജിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. 2 മീനിനും പച്ച കളർ മസാലയാണ്. മഞ്ഞൾപ്പൊടി, പച്ചമുളക് പേസ്റ്റ്, അത് കൂടുതലിടണം. കാര്യം മുളക് പൊടി ഇടുന്നില്ല. ഇഞ്ചി, നമ്മൾ നേരത്തെ ഇട്ട മസാലയിൽ നാരങ്ങ ഇട്ടില്ല. ഇല്ല എന്റെ കുക്കിംഗ് വീഡിയോ കണ്ടില്ല ശ്യാമേ? ഇല്ല, ഞാൻ ബിരിയാണി ഇട്ടായിരുന്നു. കുറച്ച് പൊടിഞ്ഞ് വെച്ച് വെറുതെ ഇരുന്ന മീനിട്ട് കഴുകണ. ഞാൻ ബ്രെഡ് കളഞ്ഞില്ല. അല്ല, മിട്ടുവിന് മീനിലിങ്ങനെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. നെയ്യ് വീഡിയോയിലല്ല, ഞാൻ ആഹാരം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് എല്ലാം സെറ്റാക്കി വെച്ച് വൃത്തിയാക്കിയിട്ടാണ് എന്നെ പോലെ പിന്നെ കിടന്ന്. മിട്ടുവിനെല്ലാം അരിഞ്ഞു വെച്ചിട്ട് പ്രാർത്ഥിക്കും കുറച്ചു നേരം. അയ്യോ, ഇവിടെ കൂടെ കൊടുക്കും. എനിക്കുണ്ട്. തേച്ച് പിടിപ്പിച്ചാൽ നേരത്തെ അതിലാണ്. അല്ല അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റബ്ബ് ക്രഷ്ഡ് ചില്ലി അത് പറ്റൂല. നമ്മൾ അലുമിനിയം ഫോയിലിൽ അകടച്ച് വെച്ചിട്ട് ആവിയേറ്റ് പൊതിഞ്ഞ് വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ വാഴയിലയിൽ എങ്ങനെ എടുക്കുന്നത്? പിന്നെ വാഴയിലയിൽ വെക്കാം. നമ്മൾ ഗ്രില്ലാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 1 മണി ഉറക്കെണീറ്റ് വന്നു. എന്ത് പറ്റി? അല്ലേ, ഒന്ന് തുറന്നു കാണിച്ചു. ഇതേത് മീന്? ഇത് വെള്ളമീൻ. ബട്ടർ ചെയ്യണ്ടേ? ഇത് പുറമെ വൃത്തിയാണെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അല്ല, ഇത് പൊതിയല്ലേ? ഇതും ഗ്രില്ല. പുതിന ഇത് പൊതിയാൻ ചേച്ചി. അത് വേണ്ടടി, ഇത് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ഗ്രില്ല് ചെയ്യാൻ ടേസ്റ്റ് മാറും. അപ്പോൾ കരിയാതെ ചെയ്താൽ മതി. മീനൊക്കെ പിന്നെ ചെറുതായിട്ട് ആവി അറിയാം. നമ്മള് എടി എന്തോ ഇടിച്ചു കൂട്ടിയ മീൻകറി അല്ലേ? ചൂരയാണ് ഇടിച്ചു കൂട്ടിയ മീൻകറി. സൈഡിൽ കപ്പ. ചട്ടി സെറ്റാണ്. ഇവരുടെ ചായ എടുത്ത് കൊടുത്തില്ല. അപ്പം ഉണ്ടെങ്കിൽ വാങ്ങണേ. മയണൈസും കൂടെ വാങ്ങിക്കണേ. കിട്ടും എടാ, മയണൈസും കൂടെ വാങ്ങിക്കണേ പ്ലീസ്. ആ ഓക്കെ. അപ്പം നമ്മൾ ആ മീൻകറിയിലോട്ട് കടുകിട്ടു, കുറച്ച് ഉലുവല്ലേ. എടി, കറിവേപ്പില എടുത്തിട്ട് പൊട്ടിത്തെറിക്കൂലേ? മീൻ എടുത്തോട്ടോ. അത്ര പോരല്ല, അത്ര മതി. മതി. ഒരു പിടി ഇതെത്ര മീൻ അടി ഞാൻ എടി, ഞാൻ ഇടട്ടാ. ഇത്രയും മതിയാ? കുറച്ചുകൂടെ വേണോ? കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന്. ഇനി തൽക്കാലം അതില്ല. ഇഞ്ചിയോ? ഇഞ്ചിയും
മറ്റേ ഇത് ഇട്ടാ ഉള്ളി ഇട്ടാ കൊച്ചുള്ളി ചതച്ചത്, എന്തോ ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ഇടുന്നത്. ഡ്രാഗൺ ചിക്കൻ എൻ്റെ ഫേവററ്റാണ്. ചൂര ചിക്കൻ. എടാ അവിടെ വൃത്തിയാക്കണ്ടേ, വൃത്തിയാക്കണ്ടേ. ഹലോ ഭാവി CM. ഞാൻ പറഞ്ഞ പ്രവചനമൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. സത്യോടി ചുമ്മാക്കെ പറയണേക്ക് അതുപോലെ നടക്കും. ഇത് നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനുള്ള ബാറ്ററാണ്. ഇതിൽ നമ്മൾ കോൺഫ്ലവർ, കുരുമുളക്, ഉപ്പ്, 4 മുട്ട, ഒരു 2.5 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു 4 മുട്ട നന്നായിട്ട്. ഇവിടെ നമ്മുടെ മീൻകറിയിൽ ഇനി എന്താണ് ഇടാൻ പോകുന്നത്? ഓക്കെ, വെള്ളം തെളിച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചടുക്കളയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ ഡ്രാഗൺ ചിക്കൻ, ഇവിടെ മീൻകറി. ഇവിടെ ഡ്രാഗൺ ചിക്കൻ, ഇവിടെ മീൻകറി. ബ്രഷാ മറ്റേ അവിടെ തൂത്തുവൃത്തിയാക്കാനാണോ? ഇല്ല, നമുക്ക് വേണമെങ്കിൽ ടൂത്ത് ബ്രഷ് എടുക്കാം. ചിരി, ഞാൻ കോമഡി പറഞ്ഞു. ചിരി ഓടിപ്പോയി. അതാര്? ഇവിടെ പുള്ളപ്പ് ചെയ്താ? എവിടെ പോണോ? ഞാൻ കണ്ടില്ല പുള്ളപ്പെടുത്ത. ഓ എന്തായി? ചിക്കൻ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമ്മൾ ഇതിലിടണം. എന്നിട്ടതൊരു 10-20 മിനിറ്റ് റെസ്റ്റിന് വെച്ചേക്കണം. മീൻകറിയുടെ മണം. ചിക്കൻ നമ്മളിങ്ങനെ വൃത്തിയായിട്ട് ഇത് എത്ര സമയം വെക്കേണ്ടി വരും? ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് അതിൽ പിടിക്കും ചിക്കൻ. സിഗ്നേച്ചർ ശ്യാമചിച്ചിര. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല. എൻ്റെ എന്ത് മണം ഇത്? അത് ഫുള്ള് ഞാൻ പഠിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യണൊരു മിസ്റ്റേക്ക് എന്തായിരിക്കും എന്നറിയോ? ഞാൻ ഒക്കെ ചെയ്യുന്ന ഇത് നല്ല മൂക്കുന്നവരൊന്നും വെയിറ്റ് ചെയ്യില്ല. ചിലപ്പോൾ നല്ല ഇഷ്ടം കുഴിക്കും. അപ്പോഴേക്കും അതെ അതെ കൺമണിയും അമ്മും ഇതിന്റെ പുറകിലാണ്. ഞാനും എനിക്കാണെങ്കിൽ അത് കുടിച്ചോളാം. ഒന്നുകൂടെ പറ എടി, ഒന്നുകൂടെ പറയടി. എന്തുകൊണ്ടാ? നീ മിക്ക ഒന്നും എടുത്തുതരാൻ പറഞ്ഞ് ഒന്ന് ഒത്തിരി ശകലം ഇടും. ഒരു പേരിന് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടാ എടി. ഇതില് ഉപ്പിട്ടു? ഇപ്പോഴല്ലല്ലോ. അതെ ചേച്ചി, ഇത് ഇവിടെ വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യണം. മുകളിലേക്ക് സെറ്റ് ചെയ്ത്
മുളക് പൊടി എൻ്റെ താഴെയുണ്ട്, ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ. ഇതായിരിക്കണേ. എനിക്ക് കോപ്പിറൈറ്റ് വരും, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കട്ടായി. എത്ര മതിയോ? അയ്യോ കണ്ണൂർ നല്ല വിയർത്ത്. വേണമായിരുന്നു. ണോ കഴപ്പൊക്കെ നിനക്കിന്ന് പതിവാണോ? പതിവിൽ സുഖമാണോ? സംഭവം നമ്മളെ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ ടെറസിലാണ് ഫുഡിൻ്റെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിട്ടും മോനും കൂടെ മേലിൽ ബാർബിക്യൂനുള്ള കനൽ സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാൻ വേണ്ടി ഞാൻ പോവാം. ഇവിടെ വൈകിട്ട് നല്ല കാറ്റാണേ. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വീട്ടിലെ ഒരു വ്യൂ ആണിത്. നിറച്ചും മരങ്ങളാണ്, പുല്ലൊക്കെ നല്ല വ്യൂ ആണ്. മേളിൽ എന്തായാലും നോക്കാം. വിട്ടു കനൽ സെറ്റ് ചെയ്യുന്നു. നമ്മളെവിടെയാണ് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിത്ത് ദിസ് വ്യൂ. ഡെയിലി ഞാൻ ഈ ഫ്ലോർ കയറി ഇറങ്ങി എനിക്ക് അത്രയും മതി. അയ്യോ, ദിസ് ഈസ് ദ മാംഗോ ട്രീ. നമ്മളിവിടെയാണ് ഇരിക്കുന്നത്. അയ്യോ, ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു. കൺമണിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. ആയുണ്ട്. എന്ത് നല്ല വ്യൂ. പക്ഷെ അമ്മൂൻ്റെ അടുത്തും കൺമണിയുടെ അടുത്തും ഇവിടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറയാല്ലേ. ഇതിക്കടെ കാറ്റില്ലേ? ഞാൻ കയറി വരാൻ പറയും. എന്തുവാ ഇത്? എന്തോ കർപ്പൂരം ഇട്ടോ കത്തിക്കണ? ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. പക്ഷെ ഇത് കത്തി വരണോ? എന്നാലും എന്തോ ഇച്ചിരി പെട്രോൾ ഒഴിച്ച് നോക്കിയാ. ഓ മണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞു. നമുക്ക് അവിടെ സെറ്റ് ചെയ്താലേ. അറിഞ്ഞൂടാ. എണ്ണ ഒഴിച്ചാൽ ചിലപ്പോ കത്തും. സാധാ എണ്ണ ഒഴിച്ചാൽ മതി. മോനോട് ചോദിച്ചാൽ മോനും ഇതൊക്കെ ചെയ്യണല്ലേ.
അത് ഞാൻ എടുക്കടാ. ഇൻസുലേഷൻ ടാപ്പ് ന്യൂസ് പേപ്പറും എടുത്തോണ്ടോ. ഹലോ എന്ന് വിളിച്ചപ്പോഴേ മോപ്പി അമ്മൂന്ന് വിളിച്ചപ്പോഴേ അവള് നടന്നു കയറും. പാവോടാ, അവളെ ഞാൻ കോൾ ചെയ്തടാ. മോപ്പി അവള് നടന്നു വരും, നീ നിർത്തിക്കോ. ഇതിന് കത്തിയില്ലെങ്കിൽ ഗ്രില്ല് ചെയ്യണേ എങ്ങനെയാ കത്തും. ആ പെണ്ണെടുത്തിട്ട് തന്നെ അറയും മര്യാദയ്ക്ക് അവള് അമ്മൂന്റെ കയ്യിലാണ് സ്പീക്കർ ഇരിക്കണം. ഇവിടെ ഭയങ്കര കാറ്റാണ്. നമുക്കിവിടെ റൂമും ആക്കാം. ഇല്ല, അവള് പാട്ട് കത്തിച്ചോണ്ട് വരും. ദാണ്ട പാട്ട് കേൾക്കുന്ന ആളെ കാണാനില്ല. സമയത്തിന് ഹലായിസ് എവിടുന്ന് വാങ്ങിക്കണ മിട്ടു? അതെന്തേലും മറയ്ക്കാൻ വെക്കണ്ടേ? കൈയെടുപ്പിച്ചോക്ക്. അണയൂലേ അത് കാറ്റടിക്കുമ്പോ? അമ്മൂന്റെ അനക്കം ഇല്ല. അമ്മൂ, അമ്മൂ, കൺമണി ഇതാരാണപ്പോ? പ്രമോഷൻ കിട്ടി, പ്രമോഷൻ. ഇതാണ് സഞ്ചരിക്കുന്ന ഇത് സഞ്ചരിക്കുന്ന ഗാനോ, റേഡിയോ. കൺമണി കിടന്നു നോക്കിയാണ്ട്. അയ്യോ, എന്റെ ഇതിന്റെ ലൈറ്റ് പോയി. ഇവിടെ എന്തിനായി? കൊറേ നേരം ആയില്ല. വാം ലൈറ്റ് തന്നെ. എന്താ ഭയം? നീ ഒത്തി കിടക്കുവോ കമ്മി? ഞാൻ അപ്പൊ താഴോട്ട് പോണേ. പപ്പ എടുത്തോണ്ട് പോവാനായിട്ട് പാത്രം ഉണ്ടോ? നമുക്ക് വലിയ ഇതിലെടുക്കാം. ഇതിലെന്തൊക്കെ ആഡ് ചെയ്തേ? കടുക്, കറിവേപ്പില, ചിട്ടില്ല മീൻകറി കളഞ്ഞിട്ടൊക്കെ കൈ. ചേച്ചി ആദ്യം ചട്ടി കൊടുത്താൽ ടേസ്റ്റ് ചെയ്ത് നോക്കും. മീൻ കറി ചിരട്ട എവിടെ കണ്ടായിരുന്നു? എടാ, ഇവിടെ ചിരട്ട ഇല്ല. എങ്ങനെയുണ്ട്? സെറ്റ് മീൻകറി. മീൻകറി കേട്ടോ, മീൻകറി രക്ഷയില്ല. വായിന്നൊക്കെ വെള്ളം.
ചേച്ചി ആ കൊച്ചിന്റെ വീഡിയോ അത് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്ത് കളയണം. കൊച്ചിന്റെ ഈ സ്റ്റെപ്പ് നല്ല ബാക്ക്ഗ്രൗണ്ട്. ക്യാഷിനിട്ട് എടുത്ത് വറുത്ത് മാറ്റി. ഷേന എടുത്ത് എടുക്കാൻ പറയാം. സലാഡ്, കപ്പ, ഡ്രാഗൺ ചിക്കൻ, കാവലിരിക്കുന്നു, പിന്നെ മീൻകറി. അയ്യോ മീൻകറി എവിടെ എടുത്തിട്ട് വാ, തടുത്തു. പിന്നെ നമ്മള് മീന് ഗ്രില്ല് ചെയ്യുവാണ്. എടാ ദാണ്ട ഫിഷാണ് കഴിക്കണേ. അൽഫാമാണേ. എടുത്തില്ലേ ബട്ടർ അവിടെ ഇരിക്കും. അമ്മൂന് മുന്നേ ബട്ടർ വിട്ടു. എടാ അമ്മു ആ കപ്പ അടച്ച് മാത്രം മതി. ചേച്ചി ഇല്ലേന്
എടാ പകുതി എനിക്ക് താടാ, ഞാൻ പാവല്ലേ. എല്ലാടാ അത് തോരണില്ല, അവനും കിട്ടിയതില്ല. ആ മീൻകറി വെച്ച എടി, ഇത് അടച്ചു വെക്കണം. ആ ഇനി അത് അടയ്ക്കണ്ട. മീൻകറി കഴിക്കന്നെ. അല്ല നീയല്ലേ കൊണ്ടുവന്നത്, ഞാൻ താഴെ വെച്ചിരുന്നു. ഇല്ല ഇല്ല ഇല്ല, സാലഡിന്റെ ഗുണം. അവളത് ചെയ്യും കേട്ടാ. ഇവിടെ ഉപ്പ് വരിട്ട, ഉപ്പിടട്ടാ. ഒരു കടി കഴിച്ചു, ഒരു പൈറ്റ്. ഓ അവള് കഴിക്കാൻ പറഞ്ഞു. ബർഗർ നല്ല ഹലോ. എല്ലാരും കരയാണ്, ഭയങ്കര കരച്ചില്. അടിയിൽ ചെയ്യുന്ന സമയം ഡ്രാഗൺ ചിക്കന് കാവലിരിക്കുന്ന കമ്മി ഈ പായിലോട്ട് കയറി. നമ്മളങ്ങനെ ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇറങ്ങി നമ്മളിങ്ങനെ കന്യാകുമാരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ടു കന്യാകുമാരി. ശംഖുമുഖം അടച്ചിരിക്കുവായിരുന്നു. നമ്മൾ വിചാരിച്ചു ആ പറഞ്ഞു പോയി നടന്നു വന്നു. അതുകൊണ്ടാ നമ്മൾ കഴിഞ്ഞാല് ആരെങ്കിലും നെറ്റ് ഇട്ടോ? മോനു നെറ്റ് ഇട്ടാണോ? അങ്ങനെ നമ്മള് പമ്പന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് കന്യാകുമാരി പോവാണ്. വെള്ളം വാങ്ങിയില്ല, വെള്ളം ഓക്കെ. ട്രിപ്പ് ഓൺ. അതെ, മോനൊരു ദോഷമാണ്. കന്യാകുമാരിയിലെത്തി. സമയം എത്രയമ്മോ? ചേച്ചി അവിടെ ഇരുന്ന് ഇരിക്കാനൊരു മിട്ടു ആ വിൻഡോ ഒക്കെ തുറന്നിട്ട് അതിന്റെ അകത്ത് കിടക്കായിരുന്നു. അച്ഛൻ പേടിച്ചാണ് വെയിറ്റിംഗ് ഫോർ ദ സൺറൈസ്.
ഇവിടെ തന്നെയാണോ എന്തോ സൺറൈസ് വ്യൂ പോയിന്റ് അവിടെ ഇല്ല. അപ്പൊ ലോകം വരെ പോയത് അവിടെ ഇത്തിരി അടച്ചിരുന്ന് കണ്ണു തുറന്നപ്പോ കണ്ണുനോട് വീട്ടിൽ എല്ലാവർക്കും ഭ്രാന്തായി. യെസ് എല്ലാ വീട്ടുകാർക്കും കൊടുക്കാനുള്ള നിന്നെയാണല്ലോ അമ്മു. നിന്നെയാണ് നമ്മൾ നാളെ ബിരിയാക്കാൻ പോണം. നാളെ എന്തായാലും വീട്ടിൽ എല്ലായിടത്തും ഇതറിയും. നമ്മൾ പറയണ ശംഖുമുഖത്ത് പോയി അപ്പോഴത്തേക്കും ഇവിടെ വരണമെങ്കിൽ എത്തി അവിടെ കൊണ്ടുപോയി ഞാൻ കുറെ നാളായിട്ട് സ്കൂൾ അടച്ച് നീ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരാൻ.